ശ്രീ ശബരിനാഥൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് കാണും. കാരണം കൊടും ക്രിമിനലിനെ പോലെ അല്ലെങ്കിൽ ഒരു ഭീകരവാദിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് വളഞ്ഞ് അതിരാവിലെ പുലർച്ചെ വീട്ടിൽ കയറിയുള്ള അറസ്റ്റ്, ഒപ്പം പല രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ മുകളിൽ നിന്നും ഉണ്ട് എന്ന് വീട്ടുകാർക്കും തോന്നുന്നു. ഇതെന്തൊരു ഓപ്പറേഷനാണ് ശ്രീ ശബരി? കാരണം രാഷ്ട്രീയത്തിൽ കേസുണ്ടാകാം, അറസ്റ്റൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒരു രീതി ഇതിനെ എങ്ങനെ കാണണം? അല്ല, അറസ്റ്റിനെയൊന്നും നമ്മളോ പാർട്ടിയോ രാഹുലോ ഒന്നും ഭയക്കുന്നില്ല. ഇതിന്റെ ഭാഗമാണ്, സമരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് കലോത്സവ വേദിയിൽ രാഹുലും അബിനും അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊല്ലത്ത് കുണ്ട്രയിലൊരു പ്രോഗ്രാമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ എത്തിയ ഒരാളെ പാത്തും പതുങ്ങിയും രാവിലെ അർദ്ധരാത്രി അല്ലെങ്കിൽ വെളുപ്പിനെ വന്ന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത്തരത്തിലുള്ള ഒരു ക്രൈമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇന്നാട്ടിൽ CPM സ്പോൺസേഡ് ക്രൈം നടത്തി ഒരു പിഞ്ചു കുട്ടിയെ എന്താ പറയുക കൊലപ്പെടുത്തിയ, വണ്ടിപ്പെരിയാറിൽ കൊലപ്പെടുത്തിയ ഒരാൾ, ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച ആളുകൾ ഇപ്പോഴും അറ്റ് ലാർജ് നിൽക്കുകയാണ്. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത ആൾ, ആ കുട്ടിയെ കൊലപ്പെടുത്തിയ ആളെ സർക്കാർ എന്തുമാത്രം സഹായിച്ചെന്ന കാര്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ക്രൈം ചെയ്ത ആളുകൾ ഈ തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ സ്വച്ഛന്തം വിഹരിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇടപെട്ട നവകേരള സദസ്സിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്തിന്റെ പേരിലാണ് പട്ടാപ്പകൽ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നത്? അതിലെന്ത് രാഷ്ട്രീയ ധർമ്മമാണ് അതിനകത്തുള്ളത്? നമ്മൾ അറസ്റ്റിനൊന്നും നമ്മൾ മേടിക്കുന്നില്ല. അറസ്റ്റും നിയമപരമായ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് തന്നെ വയ്ക്കുള്ളൂ. പക്ഷെ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് കേരളം ഒരു ഉത്തര കൊറിയ അല്ല എന്നുള്ളത് കേരളത്തിന്റെ ഈ പോലീസിനെ ഇത്തരത്തിൽ ടൂളായി ഉപയോഗിക്കുന്നുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ വൈകുന്നേരം മാതൃഭൂമി ന്യൂസിന്റെ ഈ കലോത്സവ വേദിയിൽ നിന്നും ഏറ്റവും അവസാനമായി അവിടെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞ രാഹുലിനെയാണ് കാണുന്നത്. അതിനുശേഷമൊക്കെ എത്രയോ സമയം രാഹുലെങ്ങും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ എത്തുന്ന പോലീസുകാർ വീട്ടിൽ പുറത്തേക്ക് വാതിലുണ്ടോ? അപ്പോൾ രാഹുലിനെ ഏതൊരു കൊടും ക്രിമിനൽ പോലെ കാണുന്നു. ഇത് മുകളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സമാനമായിട്ടുള്ള കേസുകൾ എത്രയോ എണ്ണം CPM നേതാക്കൾക്കെതിരെയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ പോലും കേസുണ്ട്. അതിലൊന്നും നടപടി നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോടുള്ള പോലീസിന്റെ ഈ ഒരു സമീപനം, അത് എന്തിന്റെ പേരിലായാലും അതിനെ നമ്മൾ ഏതർത്ഥത്തിൽ കാണേണ്ടതുണ്ട്? CPM രാഷ്ട്രീയ അഹങ്കാരവും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഹോമൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. അവരുടെയൊക്കെ വിചാരം ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ്സുകാർ പേടിക്കും എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ അതിനുള്ള നിയമപരിരക്ഷ യൂത്ത് കോൺഗ്രസും പാർട്ടിയും നൽകും. പക്ഷെ അതേ സമയത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നും വരും സമയങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി തെരുവുകളിൽ പോരാടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഈ സമരം ശബരിനാഥൻ, ശ്രീ അനിൽകുമാർ പറയുന്നു ഇത് ഒരു തരത്തിലും ഈ അറസ്റ്റിന്റെ രീതിയെ വിമർശിക്കേണ്ടതില്ല. കാരണം ശരിയായ രീതിയിലാണ് പോലീസ് നീങ്ങിയത്. മറുപടി കേട്ടെങ്കിൽ. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം നവകേരള സദസ്സിന് പോയിടത്തെല്ലാം CPM DYFIയുടെ ഗുണ്ടകൾ 30 ബൈക്കുകളിലായി വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുകയും ഇടിക്കുകയും ചെയ്ത് ആ കേസുണ്ടല്ലോ. അതിലാരും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അറസ്റ്റിനെ ആരും ഭയക്കുന്നൊന്നുമില്ല. പക്ഷേ ശ്രീ അനിൽകുമാർ ഏത് സിനിമയിൽ മോഹൻലാൽ ജഗതിയെ കുറിച്ച് പറയുന്നുണ്ട്, വാ തുറക്കുന്നത് കള്ളം പറയാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ കേസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആര് പറഞ്ഞു? പക്ഷെ ഇവിടെ പൊളിറ്റിക്കലായ വിഷയത്തിനകത്ത് ഇങ്ങനെ രാവിലെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അദ്ദേഹം കലോത്സവ വേദിയിൽ 15,000 20,000 ആൾക്കാരുടെ മുന്നിൽ രാഹുൽ അബിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. അവിടെ അറസ്റ്റ് ചെയ്യായിരുന്നല്ലോ. പക്ഷെ അവിടെയൊക്കെ അറസ്റ്റ് ചെയ്തവിടെ പണി പാളിയിലെന്നറിയാം. എന്തായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള കൂടുതൽ അറസ്റ്റുകൾ ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. നിങ്ങൾ എന്തുമാത്രം ജനങ്ങളുടെ കണ്ണിൽ ഇനിയും രാഹുലിനെ മാത്രമല്ല എല്ലാ പ്രതികളെയും നിങ്ങൾ 10, 20, 25 കുട്ടികളെ, പെൺകുട്ടികൾ അടക്കമുള്ളവരെ കഴിഞ്ഞ 20 ദിവസമായിരുന്നു തിരുവനന്തപുരത്തും അട്ടക്കുളങ്ങര ജയിലിലുമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള കൂടുതൽ അറസ്റ്റുകൾ നിങ്ങൾ നടത്തണം. നിങ്ങൾ എന്തുമാത്രം ജനങ്ങളുടെ മുന്നിൽ ലഭ്യരാവുന്നുള്ളത് നിങ്ങളുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ നല്ല സ്ട്രാറ്റജിയാണ്. ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക. പക്ഷെ യൂത്ത് കോൺഗ്രസ് ഇതൊന്നും കണ്ട് പതറും എന്ന് വിചാരിക്കേണ്ട. ഇവിടെ RSOയെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പറയാൻ നോക്കുകയെന്ന് പറയത്തില്ല. വളരെ മാന്യമായിട്ട് തന്നെ, വളരെ മര്യാദയ്ക്ക് തന്നെ നമ്മൾ പോലീസിനോട് സഹകരിക്കും, നിയമപരമായി മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങൾ